1984 ഏപ്രിൽ 29 പ്രഭാതത്തിൽ വടക്കൻ ഇറ്റലിയിലെ ഒരു തെരുവിൽ ഒരു വാഹനാപകടം നടന്നു. കാറിലുണ്ടായിരുന്ന യുവാവിനെയും യുവതിയെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 ദിവസം കോമായിലായിരുന്ന ആ യുവതി 3-ാം ദിനം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കേൾക്കുമ്പോൾ ഒരു സാധാരണ സംഭവം എന്ന് തോന്നുമെങ്കിലും അപകടത്തിൽ മരണമടഞ്ഞ ആ യുവതിയെ കത്തോലിക്കാ സഭ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതോടെ അസാധാരണ സംഭവമായി വാർത്തകളിൽ ഇടം നേടി. 1961 ആഗസ്റ്റ് 19 ഗ്യുസെപ്പി സബാറ്റിനിയുടെയും ആഗ്നസ് ബോനിനിയുടെയും 2 മക്കളിൽ മൂത്തവളായിട്ടാണ് സാന്ദ്ര സബാറ്റിനി ജനിച്ചത്. ആഗ്നസിൻ്റെ സഹോദരനായ ഫാദർ ഗ്യുസെപ്പി ബോനിനിയുടെ ഒപ്പമാണ് അവർ താമസിച്ചിരുന്നത്. ചെറുപ്രായം മുതൽ തന്നെ സാന്ദ്ര വിശ്വാസാധിഷ്ഠിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള വ്യക്തിപരമായ പ്രാർത്ഥന അവളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ നാൾ മുതൽ തൻ്റെ ആത്മീയ ചിന്തകൾ അവൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരുന്നു. മരണത്തിനു ശേഷം കണ്ടെടുക്കപ്പെട്ട ആ ഡയറികളിൽ ദൈവവും അവളുമായുള്ള ബന്ധത്തിൻ്റെ സജീവ ചിത്രം കോറിയിട്ടുണ്ട്. 12-ാം വയസ്സ് മുതൽ ആത്മീയ സംഘടനകളിൽ അവൾ സജീവമായി തുടങ്ങി. പോപ്പ് ജോൺ 23-ാമൻ കമ്മ്യൂണിറ്റി അത്തരത്തിലുള്ള ഒന്നായിരുന്നു. ഡിസേബിൾഡ് കുട്ടികൾക്കായി നടത്തുന്ന അവധിക്കാല ക്യാമ്പുകളിൽ വോളണ്ടിയറായും സാന്ദ്ര സേവനം ചെയ്തിരുന്നു. പോപ്പ് ജോൺ 23-ാമൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നാളുകളിലാണ് ഗ്വിഡോ റോസി എന്ന ചെറുപ്പക്കാരനുമായി സാൻഡ്ര പരിചയത്തിലാകുന്നത്. ആ പരിചയം സ്നേഹബന്ധത്തിലേക്കും പിന്നീട് വിവാഹ നിശ്ചയത്തിലേക്കും എത്തി. 1979 അവരുടെ വിവാഹം ഉറപ്പിച്ചു. ആഫ്രിക്കയിൽ ഒരു മിഷണറി ഡോക്ടറായി സേവനം ചെയ്യണമെന്നായിരുന്നു സാൻഡ്രയുടെ ഭാവി സ്വപ്നം. അത്തരമൊരു ആഗ്രഹത്തോടെയാണ് ബൊളോഗ്ന യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായി അവൾ ചേർന്നത്. ആ സമയത്താണ് സാന്ദ്ര അപകടത്തിൽ മരണമടയുന്നത്. 1984 മെയ് 5 നടന്ന സാന്ദ്രയുടെ സംസ്കാര ശുശ്രൂഷകളിൽ ചരമപ്രസംഗം നടത്തിയ വൈദികൻ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. നിരവധി വിശുദ്ധർ വിവാഹിതരും മാതാപിതാക്കളും ഒക്കെയായിരുന്നു. എന്നാൽ കത്തോലിക്കാ സഭയിൽ പ്രതിശ്രുത വധുവായിരിക്കെ മരണമടഞ്ഞ ഒരേയൊരു പുണ്യജീവിതം സാൻഡ്ര മാത്രമേയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. സാൻഡ്ര എപ്പോഴും സന്തോഷവതിയായിരുന്നുവെന്ന് അവളുമായി അടുത്ത് ബന്ധപ്പെട്ടവരെല്ലാം ഒന്നുപോലെ പറയുന്നു. വിശുദ്ധ ബലിക്കായി ആളുകൾ പള്ളിയിൽ എത്തുന്നതിന് മുൻപ് ദിവ്യകാരുണ്യനാഥനെ സന്ദർശിക്കാൻ അവൾ സ്ഥിരമായി എത്തിയിരുന്നു. 2006 ജനുവരി 30 സാൻഡ്രയുടെ നാമകരണ നടപടികൾക്ക് രൂപതാ തലത്തിൽ തുടക്കം കുറിച്ചു. സ്റ്റെഫാനോ വിറ്റാലി എന്ന വ്യക്തിയുടെ കോളൻ ക്യാൻസർ അത്ഭുതകരമായി സാൻഡ്രയുടെ മധ്യസ്ഥത്താൽ സുഖപ്പെട്ട സംഭവമാണ് സാൻഡ്രയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ നിമിത്തമായത്. 2021 ഒക്ടോബർ 24 കർദിനാൾ മാർസെല്ലോ സെമരാറോ സാൻഡ്രയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു.